നാജിയും ജസീലും പറഞ്ഞാണ് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. ഇത് അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്ററുകൾ ദൂരെയുള്ളൊരു ഗ്രാമമാണ്. ഈ ഗ്രാമം ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ വളരെ സ്പെഷ്യലായ, ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത, എല്ലാവരും കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ചില അനുഭവങ്ങളുമാണ് ദ ഇന്ത്യൻ ബക്കറ്റ് ലിസ്റ്റ് സീരീസിൽ ഞാൻ പരിചയപ്പെടുന്നത്. അഹമ്മദാബാദ് സിറ്റിയിലെ വസ്ത്രപൂർ എന്ന് പറയുന്ന ലോക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ട്രെയിൻ കയറിയിരിക്കുന്നത് ധോൽക്ക എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകാനാണ്. ധോൽക്ക അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് 45 മുതൽ 50 വരെ കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ നമുക്കിതിനെ ഒരു ഗ്രാമമെന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ധോൽക്കയിലെ ടൗൺ ഏരിയ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഭാഗമാണ്. നമ്മൾ അഹമ്മദാബാദ് സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അഹമ്മദാബാദിൻ്റെ പല ഏരിയകളിലും എത്രമാത്രം വികസിതമായ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മികച്ച റോഡുകൾ, മികച്ച പാലങ്ങൾ. അഹമ്മദാബാദ് നഗരത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ ചേരികളും അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം കാണാൻ സാധിക്കുമെങ്കിലും അഹമ്മദാബാദ് നഗരം നമുക്ക് പൊതുവെ ഗുജറാത്തിൻ്റെ ഒരു പ്രൗഢിയെ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ വികസനത്തെ എടുത്തു കാണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നാൽ അഹമ്മദാബാദിൽ നിന്ന് വെറും 50 കിലോമീറ്ററുകൾ മാത്രം യാത്ര ചെയ്ത് നമ്മൾ ധോൽക്കയിലെത്തുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ ധോൽക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അത്യാവശ്യം വിശാലമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ധോൽക്കയുടേത്. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പള്ളിയെന്ന് തോന്നുന്ന ഒരു സ്ട്രക്ചർ കാണുകയുണ്ടായി. ഒരുപക്ഷെ നമ്മൾ ചിത്രങ്ങളിൽ ബാബറി മസ്ജിദ് കണ്ടിട്ടുള്ളതിന് വളരെ സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറായിരുന്നു ഈ പള്ളിക്കുണ്ടായിരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ സ്ട്രക്ചർ കാണുന്ന സമയത്ത് ഇത് എന്താണെന്ന് അന്വേഷിക്കണം, പോയി നോക്കണം എന്ന് പറയുന്നൊരു കൗതുകം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ധോൽക്കയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ധോൽക്കയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാറ്, അദ്ദേഹം ഉപയോഗിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഒരു കാർ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അഹമ്മദാബാദിൽ ഞങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി കാറ് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ ധോൽക്കയിലേക്ക് വരുന്നത്. ഈ കാറിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ സഹോദരൻ വന്നിട്ട് അദ്ദേഹം ഞങ്ങളെ ഇവിടുന്ന് പിക്ക് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോവുകയും ചെയ്തു. നാജി നമുക്ക് ഇവിടെ 2 ദിവസം ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാൻ. നാജി നിൽക്കാനാണെങ്കിലും ഓക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ ഈ കാർ എടുത്തിട്ട് ധോൽക്ക അത്യാവശ്യം ഒന്ന് കറങ്ങി കാണാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 4 മണി സമയമായിരുന്നു. വണ്ടി സ്കിഡാക്കി ഫുള്ള് പൊടിയൊക്കെ മാറണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് പറയണേ. മസ്ജിദ് കൊണ്ടുവിടുമല്ലോ. അതെ അതെ, വേറെ കൊണ്ടുവിടുന്ന അറിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് സൈക്കിളിൽ പോകുന്ന 2 കുട്ടികളെ കണ്ട് ഞങ്ങൾ ഈ പള്ളി ചോദിക്കുകയും അപ്പോൾ അവർ സൈക്കിളിൽ ഞങ്ങളെ അവിടെ കൊണ്ടുവിടാം, അവരെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്ന് പറയുകയും അതിനുശേഷം അവരുടെ പിന്നാലെ ഞങ്ങൾ കുറച്ച് ദൂരം പോവുകയും ഒരു റെയിൽവേ ക്രോസിംഗ് എത്തി ഏതാണ്ട് ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായതിനു ശേഷം ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഹമ്മദാബാദ് സിറ്റിയിൽ ഗുജറാത്തിൻ്റെ ഏറ്റവും വികസിതമായൊരു മുഖമാണ് കാണുന്നതെങ്കിൽ വെറും 50 കിലോമീറ്റർ ദൂരെ, 50 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ധോൽക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തുമ്പോൾ അവസ്ഥ വളരെ പരിതാപകരമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് മലിനജലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഏരിയകൾ,
അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇത്ര ചെറിയൊരു സ്ഥലമായിട്ട് പോലും ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങൾ, അതിനടുത്ത് തന്നെ ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന മനുഷ്യർ, അവരുടെ കുട്ടികൾ ഈ മലിനജലത്തിലാണ് കളിച്ച് വളരുന്നത്. ഇങ്ങനെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഗുജറാത്തിൻ്റെ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ആളുകൾ വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഗുജറാത്തിൻ്റെ ദ ഗുജറാത്ത് മോഡൽ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ വികസനത്തിൻ്റെ ആ മുഖം കുറച്ച് നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും എന്നാൽ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പരിതാപകരമായ അവസ്ഥയിൽ മനുഷ്യർ ജീവിക്കുന്ന നമ്മൾ കാണേണ്ടി വരികയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായത്. അങ്ങനെ ഈ പള്ളിയുടെ ലൊക്കേഷൻ അന്വേഷിച്ചുള്ള യാത്ര ഒടുവിൽ ഞങ്ങളെ പള്ളിയുടെ മുന്നിൽ എത്തിച്ചു. നമ്മളിപ്പോൾ അഹമ്മദാബാദിനടുത്ത് ദോൽക്ക എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഖാൻ മസ്ജിദ് എന്ന് പറഞ്ഞ് വളരെ പഴക്കമുള്ളൊരു പള്ളിയുണ്ട്. ഖാൻ കി മസ്ജിദ് അല്ലെങ്കിൽ അലിഫ് ഖാൻ മസ്ജിദ് എന്ന പേരിലെ ഈ പള്ളി 1458-നും 1511-നും ഇടയ്ക്ക് പണി തീർത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞങ്ങൾ ഈ പള്ളിയുടെ അടുത്തെത്തുന്ന സമയത്ത് ഓൾറെഡി സൺസെറ്റിൻ്റെ സമയമാവുന്നുണ്ടായിരുന്നു. വളരെ വലിയൊരു സ്ട്രക്ചറാണ് ഈ പള്ളിയുടേത്. അത്യാവശ്യം തകർന്നു തുടങ്ങിയിട്ടുള്ള ഈ പള്ളി ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പള്ളി കൃത്യമായിട്ട് പ്രിസേർവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഈ പള്ളിയുടെ ചുറ്റും ഒരുപാട് കൊത്തുപണികൾ കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഉള്ള് വളരെ മനോഹരമാണ്. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തകർന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പള്ളി. ഈ പള്ളിയുടെ മെയിൻ പില്ലറുകൾ തന്നെ നന്നായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ പള്ളിയുടെ മുകളിലേക്ക് ചെല്ലാവുന്നൊരു വഴിയുണ്ട്. അവിടെ നിന്ന് ഈ പള്ളിയുടെ പിന്നിലുള്ള ഒരു വലിയ ജലാശയം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വേറെ എന്തൊക്കെ കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബാബറി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയാണ്. നമ്മൾ ഇന്ത്യയിൽ പലപ്പോഴും മുഗൾ പീരീഡിൽ അല്ലെങ്കിൽ പുരാതനമായ കാലത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മിക്ക പള്ളികൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന കുറേ അമ്പലങ്ങൾ അല്ലെങ്കിൽ ചെറിയ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ പള്ളിയുടെ കാര്യം വ്യത്യസ്തമല്ല. ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് പാണ്ഡവർ പണ്ട് ആയോധന കലകൾ പരിശീലിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നൊരു കഥ ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിലെവിടെയോ ആയിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. പാണ്ഡവരുടെ യാത്രക്കിടയിൽ അവർ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കഥ ഇവിടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരായുധങ്ങൾ പരിശീലനം നടത്തിയിരുന്നത് ഈ പള്ളി നിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് എന്ന് പറയുന്നൊരു വിശ്വാസം ഇവിടെ നിലനിൽക്കുകയും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു നേച്ചർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ധോൽക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രപരമായിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പാലിറ്റി ആയിട്ടാണ് ധോൽക്ക കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മിഡിൽ സ്റ്റോൺ ഏജിലെ അല്ലെങ്കിൽ അയൺ ഏജിലെയൊക്കെ പല അവശിഷ്ടങ്ങളും അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെയൊക്കെ പല അവശിഷ്ടങ്ങളും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മഹാഭാരതത്തിൽ റെഫർ ചെയ്യപ്പെടുന്ന വിരാട്പൂർ എന്ന് പറയുന്ന സ്ഥലം ഈ ധോൽക്കയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. പാണ്ഡവർ അവരലഞ്ഞു തിരിഞ്ഞ കാലഘട്ടത്തിൽ സുധിഷ്വ എന്ന് പറയുന്ന ഒരു രാജ്ഞി ഭരിച്ചിരുന്ന ഒരു കിങ്ഡമായിരുന്നു ഇത് എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. മിത്ത് നമ്മൾ മാറ്റി വെച്ച് ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് 144 AD കനാക്സൻ എന്ന് പറയുന്ന സൂര്യവംശം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു രാജാവ് ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ കാണുന്ന ഈ മിനാൽ ദേവി ലേക്ക് എന്ന് പറയുന്ന ഈ തടാകം 12-ാം നൂറ്റാണ്ടിൽ ചൗളുക്യ ഡൈനാസ്റ്റിയിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ അമ്മയായ മിനാൽ ദേവിയുടെ പേരിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ചരിത്രം. 12-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ഗുജറാത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കച്ചവട കേന്ദ്രമായിട്ട് പല ചരിത്രരേഖകളിലും ഈ ധോൽക്ക എന്ന് പറയുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1297 ഇവിടെ ഒരു മുസ്ലിം ഡൈനാസ്റ്റി ഭരണത്തിലേക്ക് വരുന്നത്. അതിനുശേഷം 1700-കളൊക്കെ ആകുമ്പോഴത്തേനും മറാത്താസിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം വൈസ്രോയുടെ ഭരണത്തിലേക്കും ബ്രിട്ടീഷ് ഭരണത്തിലേക്കും ഒക്കെ വരുന്നുണ്ട്. ഈ പള്ളി അല്ലാതെ തന്നെ ഒരുപാട് ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക് സ്ട്രക്ചറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ വീടുകളുണ്ട്. ഈ ഖാൻ മസ്ജിദ് അല്ലാതെ വേറെയും പള്ളികളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു പള്ളി എന്ന് പറയുന്നത് തങ്ക മസ്ജിദാണ്. തങ്ക മസ്ജിദ് പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ജമാ മസ്ജിദ് ഉണ്ട്. ഈ പള്ളികളുടെ എല്ലാം കൺസ്ട്രക്ഷനിൽ നമുക്ക് ആ ഒരു പേർഷ്യൻ സ്റ്റൈലും അതുപോലെ തന്നെ ഒരു രജ്പുത്ത് അല്ലെങ്കിൽ ആ ഒരു രാജസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെയും ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരുപാട് കൊത്തുപണികൾ നമുക്കിതിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കിയോളജിക്കൽ സർവേ കൃത്യമായിട്ട് സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ വളരെ വൈകിയാണ് സംരക്ഷിച്ചു തുടങ്ങിയത് എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കി ഈ ചുമര് നിറയെ പ്രണയങ്ങളുടെ അടയാളം, ഒരുപാട് പ്രണയങ്ങളുടെ അടയാളം തന്നെയാണ്.
ഈ സ്ഥലത്ത് നടന്ന കുറേ റോഡ് പണികളും കൺസ്ട്രക്ഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്കുകളെല്ലാം വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഒന്നും ചരിത്രരേഖ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ അണ്ടർഗ്രൗണ്ട് വാക്ക് വേകൾ, ഒരു ടണലെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് വാക്ക് വേകൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും ആർക്കിയോളജിക്കൽ സർവേക്ക് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ പഠനങ്ങളോ നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ പലതും തകർന്നു പോയ അവസ്ഥയിലുമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും ചരിത്രപരമായ ഒരു രേഖയും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് നിഗൂഢതകളും കൂടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഖാൻ മസ്ജിദിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളൊരു പള്ളി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അകത്ത് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാതിലുകളെല്ലാം തകർന്ന അവസ്ഥയിലായതുകൊണ്ട് നമ്മൾ ജയിലിലൊക്കെ കാണുന്ന പോലെയുള്ള മെറ്റൽ ഗേറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെല്ലാം ശേഷം പുറത്തു വന്നപ്പോഴേക്കും സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിൽ എവിടെയും മുകളിലേക്ക് പോകാനുള്ള പടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുകളിലേക്ക് പോകാനുള്ള പടി അന്വേഷിച്ച് ഞങ്ങൾ പള്ളിയുടെ പുറത്തു വന്നു. ഏതാണ്ട് 200 ഫീറ്റ് വരെ ഉയരമുള്ള ഈ പള്ളിയുടെ മുകളിലെ ടവറിൽ കയറാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. പള്ളിയുടെ പുറത്ത് ഈ പടി കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പടിയുടെ അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിന് ഞങ്ങൾ മുതിർന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ധോൽക്കയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഇതുപോലെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങളെ വിളിക്കുന്നത്. എന്താണെന്ന് അറിയാത്ത കൗതുകത്തിൽ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫീൽഡ് റാവിൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്ന തൊപ്പി ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ഫഹദ് എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു ഇത് ധരിച്ചിരുന്നത്. ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ടാണ് ഈ തൊപ്പി ഈ യാത്രയിൽ കരുതിയത്. അപ്പോൾ ഈ തൊപ്പി കണ്ടപ്പോൾ ഇവർക്ക് വലിയ കൗതുകം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ തൊപ്പി വെച്ച് ഓരോ ഫോട്ടോ എടുക്കണം എന്നായി. അതിനുശേഷം ഇവരെല്ലാവരും തന്നെ ഈ തൊപ്പി വെച്ച് കുറേ ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവരിൽ നിന്നാണ് ധോൽക്കയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഇതിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതും. പ്രധാനമായിട്ട് അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധോൽക്കയിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് ആരും തന്നെ അങ്ങനെ വരാറില്ല എന്നുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ അഹമ്മദാബാദിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് 3-4 മണിക്കൂറുകളാണ് ഞങ്ങൾ ധോൽക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ചിലവഴിക്കുന്നത്. പക്ഷേ ഈ ഖാൻ മസ്ജിദിലും ഇതിൻ്റെ പിന്നിലുള്ള തടാകത്തിനടുത്തുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചിലവഴിച്ച ആ ഒരു സായാഹ്നം, ആ ഒരു സൺസെറ്റ് ടൈം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കൊണ്ടും ഇവിടുത്തെ ഈ പള്ളികളുടെയൊക്കെ സൗന്ദര്യം കൊണ്ടും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ എനിക്ക് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ധോൽക്ക. അഹമ്മദാബാദിലേക്ക് വരുന്ന എല്ലാ ആളുകളുടെ അടുത്തും തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് തന്നെ ഞാൻ ധോൽക്ക റെക്കമെൻഡ് ചെയ്യും. ടൂറിസ്റ്റുകൾ തീരെ വരാത്തൊരു സ്ഥലം എന്നുള്ള നിലയിൽ ഇപ്പോഴും ധോൽക്ക ഒരു ഹിഡൻ ജെമ്മായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത്. നിങ്ങളാരും കണ്ടിട്ടില്ല, എല്ലാവരും എന്തായാലും കാണുന്നുണ്ടോ? സ്ട്രോങ്ലി നല്ലൊരു ഫിലിം എക്സ്പീരിയൻസ് ആയിരുന്നു.